കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടവന്റെ അനുജൻ ഇളങ്കോവടികൾ രചിച്ച കൃതിയാണ് ചിലപ്പതികാരം. കണ്ണകിയും കോവലനുമാണ് കഥാപാത്രങ്ങൾ. കാവേരി പൂമ്പട്ടണത്തിലെ ഒരു ധനികന്റെ മകളാണ് കണ്ണകി. കണ്ണകി കോവലനെ വിവാഹം കഴിച്ചു. പിന്നീട് മാധവി എന്ന നർത്തകിയുമായി കോവലൻ അടുപ്പത്തിലായി. സ്വത്ത് മുഴുവൻ കോവലൻ ആ നർത്തകിക്ക് നൽകി. സമ്പത്തെല്ലാം നശിച്ച് അയാൾ തെരുവിലായി. കോവലൻ കണ്ണകിയുടെ അടുത്തേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നു. അങ്ങനെ പുതിയ ജീവിതം അവർ തുടങ്ങുന്നു. പണത്തിനു വേണ്ടി പവിഴങ്ങൾ നിറച്ച തന്റെ ചിലമ്പ് വിൽക്കുവാൻ കണ്ണകി കോവലനെ ഏൽപ്പിക്കുന്നു. ആ സമയം കൊട്ടാരത്തിൽ നിന്നും മുത്തുകൾ നിറച്ച ചിലമ്പ് കളവ് പോയിരുന്നു. ആ ചിലമ്പാണിതെന്ന് തെറ്റിദ്ധരിച്ച് രാജകിങ്കരന്മാർ കോവിലനെ തടവിലാക്കി. രാജാവ് കോവിലനെ വധിച്ചു. വിവരമറിഞ്ഞെത്തിയ കണ്ണകി തന്റെ ചിലമ്പ് പിടിച്ചുവാങ്ങി എറിഞ്ഞുടച്ചു. പവിഴങ്ങൾ പുറത്തേക്ക് തെറിച്ചു. രാജാവ് തെറ്റു മനസ്സിലാക്കി. പ്രതികാരദാഹിയായ കണ്ണകി തന്റെ പാതിവൃത്യത്തിന്റെ ശക്തിയിൽ മധുരാനഗരം മുഴുവൻ ചുട്ടുചാമ്പലാക്കി.